അപ്പോൾ കേട്ടോ മീൻകറിയൊക്കെ എനിക്ക് വെച്ചിട്ട് നല്ല തണുക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെതും കൂടി ഇട്ടോ. അടിപൊളി മീൻകറി. ഇത് സാധാ വെക്കുമ്പോൾ തന്നെ കേട്ടോ. ഞാൻ എന്നും ഇങ്ങനെ തന്നെ ഞാൻ വെക്കല് കേട്ടോ. അപ്പം നല്ല രസം കേട്ടോ അങ്ങനെ വെച്ചാൽ. അതങ്ങനെ കിടക്കട്ടെ. അപ്പോഴത്തേന് മീൻ വറക്കട്ടെ കേട്ടോ. മത്തി വേറെ ഒന്നുമില്ല കേട്ടോ. മീൻ മാത്രമേ ഉള്ളൂ. ഇന്നലെ മുരിങ്ങ വെച്ചിന്. അപ്പം ഇന്ന് മീൻ വറുക്കുക. അന്നേരം മത്തി വറുത്തതും മീൻ മുഴുവൻ കൂട്ടാൻ വരുന്നു. അപ്പം ഇന്ന് നല്ല രസമുണ്ട് കേട്ടോ. അപ്പോഴത്തെ മത്തി. അപ്പോൾ അതാണ്. അപ്പം അതിൻ്റെ ലേസം എണ്ണ ഒഴിച്ചിട്ട് ഞാൻ എന്താ പറയുക കറിവേപ്പിൻ്റെ ഇട്ടു കേട്ടോ. ഇതാ മത്തി തട്ടിയിലിക്കൊക്കെ എണ്ണ ഒന്നുണ്ട് ചൂടായ അതിന് ഉള്ളൂ. അപ്പം അതിന് ചോറ് ഇതാ തിളപ്പിച്ചിറക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഇടാൻ പോകും കേട്ടോ. എടുക്കുകയാണ് ഞാൻ മീൻ വെച്ചിട്ട് ഒരു ചുറ്റിനെല്ലാം ഇതാക്കാതെ വെച്ചിട്ട് അപ്പം അതിനൊന്നും ബാക്കി എന്തായാലും കൊള്ളില്ല. അപ്പം കേട്ടോ മീനൊക്കെ വറക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പം രാവിലെ തന്നെ നല്ല മഴ കേട്ടോ. അപ്പം ഇന്ന് മഴ പെയ്യുക തോന്നി. ഇന്നലെ ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് മഴ പെയ്തത്. അപ്പം ഇന്ന് നല്ല മഴയാണ്. കാക്ക മീൻ കൂടുന്നൊക്കെ കഴിക്കുകയാണ്. അപ്പം അതാ മീൻ വറക്കലും കഴിഞ്ഞാൽ പണി ഒരുങ്ങി. പിന്നെ നിസ്കരിക്കതൊക്കെ തന്നെ പണിയിട്ട് പാത്രങ്ങൾ പനഞ്ഞ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകുക. ചോറ് വറുത്തെടുത്ത് കാക്ക വരുമ്പോഴേക്കും വൈരെണ്ണ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെളിച്ചെണ്ണ ഞാനിങ്ങോട്ട് മേലെണ്ണ വെച്ചിട്ട് പറഞ്ഞത് മുരിഞ്ഞൊന്ന് മറിച്ചിടുക. അപ്പം നിങ്ങളെല്ലാവരും കണ്ടിട്ട് ഇഷ്ടമാകാൻ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യണേ. അത്രയൊന്നും കൂട്ടോ. നാളെ വേറെ വീഡിയോയ്ക്ക് വരാം. ഇതുവരെ ഇഷ്ടപ്പെട്ടാൽ മതി.